അപരാധമാണ്. മനസ്സിലായോ? കള്ളനോ? എവിടെ? അമ്പലത്തിന്റെ വാതില് കുത്തി തുറക്കുമെന്നും കണ്ണനെ അടിച്ചു മാറ്റുന്നൊക്കെ പറഞ്ഞൊരു കള്ളൻ അവിടെ ഇരിപ്പുണ്ട്. ഗുരുവായൂരമ്പല നടയിൽ ഒരു ദിവസം ഞാൻ പോകും, ഗോപുരവാതിൽ തുറക്കും ഞാൻ, ഗോപകുമാരനെ കാണും. തങ്കഭസ്മ കുറിയിട്ട തമ്പുരാട്ടി നിന്റെ തിങ്കളാഴ്ച നോയമ്പിന്നു മുടക്കും ഞാൻ. പ്രസിഡന്റിന് മനസ്സിലായോ ഇവൻ പറഞ്ഞത് എന്താന്ന്? ഇല്ല. നമ്മുടെ കൂട്ടത്തിൽ ആരുടെയോ തിങ്കളാഴ്ച നോയമ്പ് ഇവൻ മുടക്കുവത്രേ. ആണോ? അടിക്കവനാ. ഇവിടെ വന്ന് തോന്നിയാസം കാണിച്ചിട്ട് തല്ലരുതെന്നോ? എന്താ നിന്റെ ഉദ്ദേശം? എനിക്കൊരു ദുരുദ്ദേശവും ഇല്ല. പിന്നെ പ്രസിഡന്റ്, ഐ ആം ജോസ് ഫെർണാണ്ടസ്. ഈ കൃഷ്ണന്റെ നടി ഒരു പാട്ട് ആലപിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നൊരു വേഴാമ്പലാണ്. ഓഹോ, ജോസ് ഫെർണാണ്ടസിന് കൃഷ്ണന്റെ നടയിലിരുന്ന് പാടണോ അല്ലേ? ഞാൻ പ്രസിഡന്റ് ആയിരിക്കുന്നിടത്തോളം കാലം അത് നടപ്പില്ല. അയ്യോ, അങ്ങനെ പറയരുത്. പിന്നെ ഈശ്വരൻ ഹിന്ദു അല്ല, ഇസ്ലാം അല്ല, ക്രിസ്ത്യാനിയല്ല, അത് മനസ്സിലാക്കാം. ആര് വേണോ ആയിക്കോട്ടെ, ഞാൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോ അത് നടക്കില്ല. ഇതിന്റെ 4 അയലത്ത് കണ്ടുവരുത്. കൈകേറി പിടിക്കാനല്ലേ? അതൊന്നും വേണ്ട കേട്ടോ. ഇടയ്ക്കിടയ്ക്കുള്ള ഈ സംസാരമൊന്നും വേണ്ട. ആളുകൾ അറിഞ്ഞ പ്രശ്ന. പിന്നെ ഞാൻ എന്ത് ചെയ്യും? SMS അയച്ചാ മതി. SMSോ? ഈ ചെക്കന് ഒന്നും അറിയില്ല. അല്ലെങ്കിൽ ചെക്കന്റെ ഇമെയിൽ ഐഡി തന്നാ മതി, ഞാൻ മെയിൽ ചെയ്യാം. മയിലോ? മയിലല്ല, മെയിൽ. അറിയില്ലേ, ഇപ്പൊ എല്ലാരും കല്യാണം കഴിക്കുന്നത് ഇന്റർനെറ്റിലൂടെയാ. അതൊക്കെ ഭയങ്കര പ്രശ്നാ. സൈക്കിളിൽ മേലെ ചറപറ തുള്ളാനല്ലാതെ ഒന്നും അറിയില്ല. ഇംഗ്ലീഷും അറിയില്ലല്ലേ? ഞാൻ പഠിക്കുമ്പോ ഇംഗ്ലീഷൊന്നും ഇല്ല. ഇല്ലേ? ഞാൻ 2ാം ക്ലാസ് വരെ പഠിച്ചോളൂ. ഉപ്പുമാവും കൂടി ഇല്ലാതായപ്പോ പഠിത്തോ നിർത്തി. എന്നാലും ഐ ലവ് യു മൈ ഡിയർ എന്നൊക്കെ പറയാൻ എനിക്കറിയാം. എന്താ രണ്ടാളുടെയും പരിപാടി? നിങ്ങൾ വിചാരിക്കുമ്പോ അങ്ങനൊന്നുമില്ല. ഇത് വെറും റൊമാൻസാ. അയ്യോ, അതിന് ഞാനൊന്നും വിചാരിച്ചില്ലല്ലോ. അല്ല, എന്തോ വിചാരിച്ചു. ആന്നോ? മുട്ടയെന്ന് വിരിഞ്ഞില്ല. മോള് പോ, എനിക്ക് ഇവനോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. പോ. നിങ്ങൾക്ക് ചൈനയിലെ മാവ് അറിയോ? ചൈനയിലെ മാവിന് അമേരിക്കൻ മാവുണ്ടല്ലോ ഇവിടെ. ഫിഡൽ കാസ്ട്രോ അറിയോ? ഇതൊന്നും പറഞ്ഞോണ്ട് രാഷ്ട്രീയ ജ്ഞാനമില്ലാത്ത ഉൽപാദിഷ്ണുക്കൾ. എന്റെ യതീന്ദ്ര, സാധാരണ ജനങ്ങൾക്ക് വേണ്ടത് ഇതൊന്നുമല്ല. 3 നേരത്തെ ഭക്ഷണം, ഒരു തൊഴിൽ, ഇത് കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയും. ആര് പറഞ്ഞു കൊടുക്കുന്നില്ല? പ്രകടനം, ബന്ദ്, വിദ്യാഭ്യാസ ബന്ദ്, ബസ്സിന് കല്ലേറ്, അടിപിടി, കത്തിക്കുത്ത, ഇതൊന്നും ഇപ്പൊ പഴയ പോലെ ഫ്രീ അല്ല. ഇതൊക്കെ നമ്മള് ദിവസക്കൂലിക്കും മാസശമ്പളത്തിനും ആളെ കൊണ്ടുവന്നാ ചെയ്യിക്കുന്നത്. ഇതൊക്കെ സ്ഥിരം തൊഴിലല്ലേ? എന്തൊരു പ്ലാനിങ്, എന്തൊരു വിവരം, എന്തൊരു ഇത് കണ്ടോ രോമാഞ്ചെടുത്ത് പിടിക്കുക. അല്ല, ഇത് കൃഷ്ണ നീ വേഗനേ വാടോ. കൃഷ്ണ, എന്റെ വള്ളി പൊട്ടിക്കല്ലേ. ഇതൊന്നും കേട്ട് നിങ്ങൾ പേടിക്കണ്ട. 14 സ്വരത്തിൽ ഞാൻ പാടും, ഏത് കാലത്തിലും. എന്നുവെച്ചാ രാത്രി, പകൽ, സന്ധ്യ, ഡേ, നൈറ്റ്. സിനിമ പാടാൻ വിളിച്ചു, ജോസ് പുല്ലു പോകും. റെക്കോർഡിങ്ങിന് വിളിച്ചു, ഞാൻ പോയില്ല. വണ്ടിക്കൂലില്ലായിരുന്നു. കാള പോലെ വളർന്നല്ലോ, വണ്ടിക്കൂലിയില്ലായിരുന്നു. പിന്നെന്താ വഴിയറിയത്തില്ലേ? ഒന്ന് പോരാക്ക, അതൊന്നുമല്ല. ജോസിന് ഒരേ ഒരു മോഹം, ഒരേ ഒരു ദാഹം. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ നടയിൽ ഒരു സോങ് സിംഗാനുള്ള ചാൻസ്, അത്രേ ഉള്ളൂ. തൽക്കാലം എന്റെ മുന്നിൽ പാടിയാ മതിയോ? ഞാനിങ്ങനെ പ്രതിമ പോലെ ഇരുന്നേരാം. ആട്ടെ, തനിക്ക് പാടിയ മതിയാവും. മരിച്ചാലും എന്ത് തരും? ഈ ഒരു തണ്ടിയുടെ ഓട്ടക്കീശലെന്തുണ്ട്? വെറും ഒരു ശമ്പ് മാത്രം, അല്ലെ ഒരു ഹാൻസ്. ഈ പറഞ്ഞതെല്ലാം സത്യമാണല്ലോ. സത്യം, നഗ്നമായ സത്യം, പരമമായ സത്യം. എന്റെ സംഗീത ഗുരുനാഥൻ ഗിൽബർട്ട് ഇറാനി ബോസ് മൂരുകാണ്ടി മുഹമ്മദ് കുട്ടിയാണ് സത്യം. അറിയാമോ? ഇത്രയും വലിയ പേരുള്ള സംഗീതജ്ഞന്റെ കീഴിൽ സംഗീതം അഭ്യസിച്ച് നിന്നെ ഇവിടെ പാടിച്ചില്ലെങ്കിൽ നമ്മുടെ സഖാവ് കാണുന്ന സങ്കടമാവുമല്ലോ. അതെ, സത്യമായിട്ടും സങ്കടമാവും. എന്നെ എത്രയും പെട്ടെന്ന് പാടിക്കും, അല്ലെ സഖാവിന് സങ്കടമാവും. ഒരു പണിയുണ്ട്. ഉണ്ടെന്ന് പറഞ്ഞാ പോരെ യതീന്ദ്രേട്ടാ, ഉണ്ടാവണം. ഞാൻ ആണ്ടിപ്പെട്ടി സഖാവുമായി ഒരു രഹസ്യ കൂടിയാലോചന നടത്തട്ടെ. അതിന്റെ തീരുമാനം ചിലപ്പോ ഈ നാടിന് തന്നെ താങ്ങാൻ പറ്റാത്തതായിരിക്കും. ജോസിനെ പാടാൻ അനുവദിക്കുക. ഭക്തരുടെ ആഗ്രഹം നിറവേറ്റുക. തൊഴിലാളി ഐക്യം സിന്ദാബാദ്. യതീന്ദ്രേട്ടാ വേണ്ടായിരുന്നു.
ധീരതയോടെ നയിച്ചോളൂ, പാടവരമ്പുകൾ നീന്തി കയറി, പാടി വരുന്നൊരു പ്രസ്ഥാനം, പാട്ടുകാരാ ജോസേട്ടാ, പാടി പാടി മരിച്ചോളൂ. പ്രിയപ്പെട്ട ഭക്തസഖാക്കളെ, തൊഴിലാളി സുഹൃത്തുക്കളെ, കലാകാരന്മാരെ, രക്തസാക്ഷികളെ, നിങ്ങൾക്കെന്റെ ഭക്തി നിർഭരമായ വിപ്ലവാഭിവാദനങ്ങൾ. വർഷങ്ങളായി ജോസ് എന്ന ഈ വിപ്ലവ ഭക്ത ഗായകൻ സഖാവ് കണ്ണന്റെ തിരുനടയിൽ പാടാൻ കണ്ണീരുമായി നടക്കുകയാണ്. പക്ഷേ അവന്റെ മുന്നിൽ എല്ലാ ക്ഷേത്ര കവാടങ്ങളും കൊട്ടിയടക്കപ്പെട്ടു. ഉസലാംപേട്ടയിൽ നിന്നെത്തിയ ധീരസഖാവ് സഖാവ് ആണ്ടിപ്പെട്ടിയും ഈ നാടിന്റെ കണ്ണിലുണ്ണിയായി ഞാനും ചേർന്ന് പുതിയ സമര പരിപാടികൾക്ക് രൂപം കൊടുത്തിരിക്കുകയാണ്. ജോസിനെ അമ്പലത്തിൽ പ്രവേശിപ്പിച്ച് പാട്ടു പാടിക്കും വരെ നിരാഹാര സമരം അനുഷ്ഠിക്കാൻ നാം തീരുമാനിച്ചിരിക്കുകയാണ്. എല്ലാ ഭക്തസഖാക്കളും ഈ സമര പരിപാടിയിലേക്ക് സംഭാവനകൾ നൽകി വമ്പൻ വിജയമാക്കി തീർക്കണമെന്ന് ഞാൻ നീ സംസാരിച്ചു. എനിക്ക് താല്പര്യം. പ്രിയപ്പെട്ട ദൈവമേ, എല്ലാരും ഉണ്ടല്ലോ, ഇന്നെന്നെ കൊല്ലും. ഒന്ന് പിടിച്ചേ, സംസാരിക്കും, രണ്ടു പേർക്ക് സംസാരിക്കും. പാടി കൊതി തീർത്തിട്ട് വിട്ടാ മതി. എന്താ സഖാവേ, നിന്റെ അണികളൊക്കെ പോയോ? നിന്നെ കൊച്ചു മിടുക്കൻ നല്ല വിളിക്കണ്ട, കുട്ടി കുറുമ്പനാ നീ. ഇവളും ഒട്ടും മോശമൊന്നുമല്ല. കൊച്ചുകുട്ടികൾ കാണിക്കുന്ന തമാശകൾക്ക് മുതിർന്നവരിങ്ങനെ പ്രതികരിക്കാൻ പോയാ നാട് എവിടെ ചെന്ന് നിൽക്കും? ഒരു മാല. എന്തായാലും ഇത് സമരസഖാവിന്റെ കൈ തന്നെ ഇരിക്കട്ടെ. സമരം ഗംഭീരമായിട്ട് നടക്കട്ടെ. വരട്ടെ. ശരി. കബീഷാരാ മോൻ, അവനെ പോലെ വാല് കിട്ടാൻ കഴിവുള്ള ഒരു MLA ഉണ്ടായിരുന്നെങ്കിൽ അവൻ മാത്രം മതിയായിരുന്നു നമ്മുടെ പാർട്ടിക്ക്. എന്താ അവന്റെയൊക്കെ ഒരു തന്ത്രം. നിന്നെ സമ്മതിക്കണം യതീന്ദ്ര, പല നേതാക്കന്മാർക്കും ഇല്ലാത്ത ഒരു ശീലം നിനക്കുണ്ട്, വായനാശീലം. അതിന്റെ ഗുണം നിന്റെ പ്രസംഗത്തിൽ കാണാനും ഉണ്ട്. ഹലോ, കിടന്നുറക്കാൻ വന്ന എനിക്കിത് അരച്ചു കഴിഞ്ഞിട്ടേ കട കൂട്ടാനുള്ളതാ. പോയിട്ട് ഇഡ്ഡലി ഇങ്ങോട്ട് എടുത്തോ, ആ പഴയ ഇഡ്ഡലി മുഴുവനും ഇങ്ങോട്ട് എടുത്തോ. സമ്മതിക്കൂല ഇത് മിനിയാന്ത ഇഡ്ഡലിയാന്നേ. കൊണ്ടുവാ ഇതിലിട്. ഓഹോ, നമ്മള് ഗായകനെത്തിയല്ലോ. ഇവന്റെ കാര്യം ഇതുവരെ ഒന്നും ആയില്ലേ? ഇവന്റെ പാട്ട് ആസ്വദിക്കാനുള്ള ഒരു ബൗദ്ധിക നിലവാരത്തിലേക്ക് നമ്മുടെ ആൾക്കാർ എത്തിയിട്ടില്ല. പിന്നെ ഇവന്റെ ഭക്തിഗാനങ്ങളും എന്റെ വിപ്ലവ ചിന്തകളും ചേർത്ത് ഒരു വിപ്ലവ ഭക്തിഗാനങ്ങൾക്ക് രൂപം കൊടുത്തോണ്ടിരിക്കുകയാണ്. അതിന്റെ പരിണിത ഫലം എന്താവോ ആവോ. എടോ, കുടിച്ചാലും കുടിച്ചില്ലെങ്കിലും ജോസ് പറയേണ്ടത് ജോസ് പറയും, പാടേണ്ടത് ജോസ് പാടും. അവന്റെ ഒരു ഉണക്ക ചായക്കട അമ്മിക്കല്ലും. എടോ കള്ളപ്പറ്റി, ഇങ്ങോട്ട് നോക്കണോ ഇയാളെ. ഈ ചിരിയും ജാതി ഉണ്ടോളൂ? എന്റെ വയറ്റിൽ കിടക്കുന്ന ചാരായത്തിന് ജാതി ഉണ്ടോ? എടോ, കുടിച്ച് ഫിറ്റായി കഴിഞ്ഞാൽ ഈ ലോകത്തുള്ള എല്ലാവർക്കും ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. അതാണ് തിയറി. അവന്റെ ഒരു ജാതിയും മതവും ജോസിനെ അമ്പലത്തിൽ കയറ്റത്തില്ലല്ലേ? ജോസ് പാടിയ കാസറ്റ് അമ്പലത്തിൽ ഇടാം, ജോസിന്റെ കാസറ്റ് അമ്പലത്തിലെ കൗണ്ടറിൽ വിൽക്കാം. ജോസിനെ മാത്രം അമ്പലത്തിൽ കയറ്റത്തില്ല. എനിക്ക് നല്ല ഫീലിങ്സ് ഉണ്ട് സഖാവേ. എന്റെ ഫീലിങ്സ് എന്താ ആരും മനസ്സിലാക്കാത്ത? ജോസേ, എന്താ മണ്ണിലും വെണ്ണിലും തൂണിലും തുരുമ്പിലും എന്തിനീ ഉഴുന്നുവടലും പരിപ്പുവടലും ദൈവം ഉണ്ടെന്നല്ലേ? ആണോ? എടോ, തന്റെ ഈ വളിച്ച ഉഴുന്നുവട വരെ ദൈവം ഉണ്ടെങ്കിൽ എന്നെ എന്തുകൊണ്ട് അംഗീകരിച്ചൂടാ? സഖാവിന്റെ കാര്യം എൽസി ഏറ്റെടുത്തു. ആ എൽസി ഏറ്റെടുത്താലും റോസി ഏറ്റെടുത്താലും ജോസിന് പറയണം, അത്രേ ഉള്ളൂ. എൽസി റോസി ഇവിടൊക്കെ ഏതാണോ? ഇവിടെ ആദ്യമായിട്ട് സോഷ്യലിസം കൊണ്ടുവന്ന ആരാന്നറിയാമോ? സോഷ്യലിസം കണ്ടുപിടിച്ചത് മറ്റേ ആരായിരുന്നു? മറ്റേ ആരായിരുന്നു? ആരാടാ? അത് പിന്നെ ആരാണ് തുറന്നു പറയാനാവേ? ഐസക് ന്യൂട്ടൻ. ഐസക് ന്യൂട്ടൻ ഒറ്റിടിയാൻ വെച്ചരും. എടാ, ഭഗവാൻ ശ്രീകൃഷ്ണൻ ആദ്യമായിട്ട് സഖാവ് എന്ന് വിളിച്ച ആരാ? അതും ഭഗവാൻ ശ്രീകൃഷ്ണൻ. മനസ്സിലായോ? പൊറ്റി, താൻ എവിടുത്തെ പൊറ്റിയാണോ? തനിക്ക് മന്ത്രം അറിയാവോ? തന്ത്രം അറിയാവോ? പൂജ അറിയാവോ തനിക്ക്? തേവാരം അറിയാവോ തനിക്ക്?
ഒരു പോറ്റി. തനിക്ക് ഈ 1.5 ആഴ്ച ഇഡലി എടുത്ത് വലിച്ച ദോശ ഉണ്ടാക്കാനല്ലേ തനിക്ക് അറിയത്തുള്ളൂ. ജോസിനെ അമ്പലത്തിൽ കേട്ടത്തില്ല ഇവരൊക്കെ കൊണ്ട്. സഖാവേ, എനിക്ക് പാടണം, എനിക്ക് പാടണം സഖാവേ. പാടിക്കാൻ ജോസേ. ജോസേ എനിക്ക് പാടണം, എനിക്ക് പാടണേ. ഇത് തട്ടിപ്പോയെന്നാ തോന്നുന്നത്. അങ്ങനെയൊന്നും തട്ടിപ്പോകുന്ന സാധനമല്ല മോനെ ഇത്. സംഗീതമേ അമര സല്ലാപമേ. സംഗീതം അമര സല്ലാപമാണ്, മണ്ണിനു വിണ്ണിന്റെ വരദാനമാണ്, വേദനയെ പോലും വേദാന്തമാക്കുന്ന നാദാനുസന്ധാന കൈവല്യമാണ്. സംഗീതത്തെ കുറിച്ച് വല്ല കിണ്ടി അറിയാവോ? ഈ എണ്ണ വെക്കുന്ന ഇവനും ഈ പരിപ്പ് കൂടെ ഉണ്ടാക്കണ എനിക്കും ഇതെങ്ങനെ മനസ്സിലാവാനാ? പലർക്കും പലതും മനസ്സിലാകാത്തതാണ് എന്റെ പ്രശ്നം. അറിയോ? ഇതിനൊക്കെ പരിഹാരം കാണാനാണല്ലോ ജനാധിപത്യത്തിന്റെ അവധൂതൻ യതീന്ദ്രൻ അവതരിച്ചിരിക്കുന്നത്. ആരവതരിച്ചാലെന്താ, ആക്കുള്ളൊരു പ്രയോജനമില്ല. ജോസേ, ഞങ്ങൾ ഇപ്പൊ വന്നേക്കാം. 1 മിനിറ്റ് ഒന്ന് ശ്രദ്ധിച്ചേക്കണം. അല്ല, ഇനിയും നമ്മൾ ചെന്നില്ലെങ്കിൽ ആ പാവത്തിന് ഒരു കൊല്ലും. ചെന്നാൽ നമ്മൾ രണ്ടുപേരും അവര് കൊല്ലും. എന്നാ പാവം ഒറ്റയ്ക്ക് ചത്തോട്ടല്ലേ. അവന്റെ കാസറ്റും ഡിസ്കും എന്താവോ ആവോ. അവന്റെ ഡിസ്ക് അവരടിച്ചിളക്കി, പിന്നെയാണ് പാട്ടിന്റെ ഡിസ്ക്. കൊന്നുകളായി ഞാൻ പറഞ്ഞേക്കാം. ഈ തിരുമേനി നിന്നോട് ചായക്കാശ് വാങ്ങുവോ? വസുമതി, ഇത്രയായിട്ടും നീ എന്റെ മനസ്സ് മനസ്സിലാക്കിയില്ലല്ലോ. മനസ്സിലാക്കാഞ്ഞിട്ടൊന്നുമല്ല, പിന്നെ തിരുമേനി വാങ്ങില്ല എന്നും അറിയാം. എന്നാലും ആ നാവ് കൊണ്ട് തന്നെ ഒന്ന് പറഞ്ഞു കേൾക്കാൻ ആശയാ. നിന്റെ എല്ലാ ആശയും തീർത്തു തരുന്നതാണ് എന്റെ ആശ. ഈ ഉത്സവം ഒന്ന് കഴിഞ്ഞോട്ടെ. നിന്നോടൊത്തുള്ള ജീവിതം സ്വപ്നം കണ്ട് നടക്കുന്നവനാ ഞാൻ. ഞാനിവിടെ കച്ചവടം ചെയ്യണ എന്തിനാണെന്നറിയോ? നിന്നെ കാണാലോ എന്ന് കരുതിയാ. ഈശ്വര കൃഷ്ണ ഭഗവാനേ. കൃഷ്ണ ഭഗവാൻ സ്നേഹത്തിന്റെ ദേവനല്ലേ, നമ്മളെ കാക്കും. നീയും ഞാനും ഭാഗ്യം ചെയ്തവരാ. ആരെതിർത്താലും നമ്മളൊന്നാവും. പക്ഷെ അതിന്റെ ഇടയില് ഓച്ചേട്ടൻ ഒന്ന് ദുബായി പോയി വരും, പണം വാരി തിരിച്ചു വരും. ഇനി അതിന് വലിയ താമസമൊന്നുമില്ല. 2 കടലാസ് ശരിയാവാനുള്ളൂ. അതേത് കടലാസാ? വിസയും പാസ്പോർട്ടും. കൃഷ്ണ ഭഗവാനേ, അതുപോലെ പതിനീകളെ. നിർത്ത്, ഞാൻ പറഞ്ഞു ഒന്ന് കേക്ക്. എന്റെ മോക്ക് ഇന്ന വേണ്ട, ബാജമില്ല, നമുക്ക് പോവാ. ഞാൻ പറഞ്ഞു ഒന്ന് കേക്ക്. ഇതൊരു ബിസിനസ് പോളിസിയാണ്. മോളെ കടലേ, നിങ്ങളൊരു അക്ഷരം മിണ്ടി പോവരുത്. ചതിയ കള്ള എന്നെ എന്റെ കുട്ടികളെ ചതിച്ചല്ലോ. എന്റെ ബെദരിങ്ങളെ. സിസ്റ്റർ കരച്ചിൽ നിർത്തും.